അപ്പോൾ ഞങ്ങളിന്നുള്ളത് നാടുകാണിയിലാണ്. നാടുകാണിയിൽ അട്ടി പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നാടുകാണിയിൽ പമ്പിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റിലേക്ക് റോഡ് കാണും. അതിൽ കയറിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ ആ റോഡിൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ സ്ഥലത്തേക്ക് നമ്മൾ എത്തും. നിങ്ങൾ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ സ്പോട്ടിലേക്ക് എന്തായാലും വന്നിരിക്കേണ്ട സ്ഥലമാണിത്. അത്രക്കും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ ഈ സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ 5 മണി ആയിക്കണം. അതുകൊണ്ട് സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. നമ്മൾ ഈ കടപ്പുറത്ത് പോയി കാണുന്ന രൂപത്തിലല്ലെങ്കിലും ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി കാഴ്ചയാണിത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ മൊട്ടക്കുന്നും അതിൻ്റെ അടിയിലുള്ള ഈ തേയിലത്തോട്ടവും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് തേയിലത്തോട്ടത്തിന് നല്ലൊരു ഭംഗിയാണ്. ഞാൻ പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് എനിക്കിത്. അപ്പോൾ ഞങ്ങളതിൻ്റെ അടിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇനി അടുത്തത് മൊട്ടക്കുന്നിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയെന്ന് കാണാം. ഊട്ടിയിലുള്ള ഷൂട്ടിംഗ് മട്ടത്തിൻ്റെ അതേ ഒരു ഫീലാണ് ഈ സ്ഥലം. ചെറിയ മൊട്ടക്കുന്നാണെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറിയ എല്ലാ മലകളും നമുക്ക് കാണാൻ പറ്റും. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത്. സൺസെറ്റ് കാണാനൊക്കെ ഇവിടെ സൺസെറ്റ് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.